മന്ത്രിസഭയിൽ. അതിനുശേഷം രണ്ടാമത്തെ ശ്രീ ഇ കെ നായനാറിൻ്റെ മന്ത്രിസഭയിൽ ടൂറിസം വകുപ്പ് കൈകാര്യം ചെയ്തിരുന്നത് ഇ ചന്ദ്രശേഖരൻ നായരാണെന്നാണ് എൻ്റെ ഓർമ്മ. രണ്ടുപേരുമായിരുന്നു. സി പി ഐക്കായിരുന്നു. ഇപ്പോൾ കഴിഞ്ഞ വി എസ് അച്യുതാനന്ദൻ മന്ത്രിസഭ വന്നപ്പോൾ അവിടെ ടൂറിസം വകുപ്പ് കോടിയേരി ബാലകൃഷ്ണൻ ഏറ്റെടുത്തു. കോടിയേരി ബാലകൃഷ്ണൻ ഏറ്റെടുത്തു എന്ന് ഞാൻ ആവർത്തിക്കുക. കാരണം അവിടെ ആഭ്യന്തരമന്ത്രി അല്ല, ഞാൻ പറഞ്ഞ അതല്ല, ഞാൻ അതിലേക്കല്ല വരുന്നത്. ഞാൻ പറയുന്ന പോയിന്റ് കാരണം ഇടതുമുന്നണി ഭരിച്ചുകൊണ്ടിരുന്നപ്പോൾ ടൂറിസം വകുപ്പ് CPM ഏറ്റെടുത്തതിന് ശേഷം ആഭ്യന്തരമന്ത്രിയായിരുന്ന കോടിയേരി ബാലകൃഷ്ണൻ ടൂറിസം വകുപ്പ് ഏറ്റെടുത്തു. ആഭ്യന്തരവും ടൂറിസം തമ്മിൽ എന്താ ബന്ധം? ആഭ്യന്തരമന്ത്രിക്ക് നിർബന്ധ ബുദ്ധിയാൽ CPIയിൽ നിന്നും ടൂറിസം വകുപ്പ് ഏറ്റെടുത്തത് 2006-ലാണ്. 2007-ലാണ് മക്കൾ ഈ ബിസിനസ് ആരംഭിക്കുന്നത്. ആ സമയത്ത് തുടങ്ങി ഇടപാടിനെ കുറിച്ചാണ്. അവിടെ ടൂറിസം റിലേറ്റഡ് ബിസിനസ് ഗൾഫിൽ ആരംഭിക്കുന്നത് 2007-ലാണ്. 2006-ൽ അദ്ദേഹം നിർബന്ധിച്ച് ഹോം മിനിസ്ട്രിയോടൊപ്പം ഈ ടൂറിസം ഡിപ്പാർട്ട്മെന്റ്, ടൂറിസം വകുപ്പ് ഏറ്റെടുക്കുന്നതിനെ കുറിച്ച് കൂടി നമ്മളിപ്പോൾ കുറച്ച് പുറകോട്ട് പോയി ചിന്തിക്കണം. ഇത് കൂടുതൽ ആലോചിച്ച് വന്നു കഴിഞ്ഞാൽ ഇതിന് വളരെ പ്ലാൻഡ് ആയിട്ടുള്ള ഒരു വലിയ ക്യാൻവാസിൽ ഇത് ചർച്ച ചെയ്യപ്പെടേണ്ടി വരും. അപ്പോൾ വളരെ വ്യക്തമായി ഒന്നുമില്ലെങ്കിൽ നേരത്തെ അദ്ദേഹം പറഞ്ഞതുപോലെ ഇത് വിശദീകരിക്കാൻ തയ്യാറാകട്ടെ. 5 ദിവസത്തെ കാലാവധി നൽകിക്കൊണ്ട് ഒരു ഭീഷണിയുടെ സ്വരത്തിൽ ഒരു UAE പൗരനും അഡ്വക്കേറ്റും ഇവിടെ വന്ന് വിലപേശുകയാണ്. എന്ന് തുറന്നു പറയാനുള്ള വെല്ലുവിളിക്കുന്നത് ഒരർത്ഥത്തിൽ ഈ സംസ്ഥാന സർക്കാരിനെയാണ്. ഈ സർക്കാരിന്റെ മുഖ്യ പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറിക്കെതിരായിട്ടാണ് വെല്ലുവിളി. സർക്കാർ ഒറ്റ അക്ഷരം മിണ്ടാത്തത് പാർട്ടി മിണ്ടാത്തത് പാർട്ടി ഒരു സംസ്ഥാന സെക്രട്ടേറിയറ്റ് ഒരു പ്രസ്താവന ഇറക്കിയതിനു ശേഷം ഒറ്റ അക്ഷരം മിണ്ടിയിട്ടുണ്ടോ? ഈ ചാനൽ ചർച്ചകളിൽ CPM-ന്റെ ഉത്തരവാദിത്തപ്പെട്ട അന്വേഷണം വേണ്ട ഇതിനെപ്പറ്റിയല്ലേ അന്വേഷിക്കേണ്ടത്? എന്താ അന്വേഷിക്കാതെ? അസംബ്ലി പ്രതിപക്ഷം പറയുമ്പോൾ എന്തുകൊണ്ട് ഇതിനെക്കുറിച്ച് അന്വേഷിക്കുന്നില്ല? ലോകത്തിന്റെ മുന്നിൽ മലയാളികളുടെ മാനം കളയുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. സംസ്ഥാനം ഭരിക്കുന്ന പാർട്ടിയുടെ സെക്രട്ടറിയുടെ മകനെതിരെ ഇത്രയും വലിയൊരു ആരോപണം വന്നപ്പോൾ ഒന്നുകിൽ അവർക്കെതിരെ എന്തെങ്കിലും നിങ്ങൾ നിയമ നടപടി സ്വീകരിക്കണം, ഇല്ലെങ്കിൽ ഇത് ശരിയാണെന്ന് പറയണം. എന്തെങ്കിലും ഒരു വ്യക്തി ഉണ്ടാകണം. അവിടെ ഇവിടെ എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഗൾഫിലാണോ കേസ്, ഇവിടെയാണോ കേസ് എന്നുള്ളതിന് ഒരു അർത്ഥമില്ല. ഇത്രയും ദിവസമായി ഇനിയെങ്കിലും നിങ്ങൾക്ക് തുറന്ന് പറഞ്ഞുകൂടെ? എന്തുകൊണ്ട് ഈ സർക്കാർ പറയാൻ തയ്യാറാകുന്നില്ല? ഈ അറബി കള്ളത്തരമാണ് പറയുന്നത്. ഈ അറബിയും രാഹുലും പറയുന്നത് മുഴുവൻ കള്ളമാണ്. അവർക്കെതിരെ നിയമ നടപടി സ്വീകരിക്കും. ഇന്ത്യയിൽ വന്നിരിക്കുന്നു, ഞങ്ങൾ കേരളത്തിലെ നിയമം, ഇന്ത്യയിലെ നിയമം അനുസരിച്ച് ഞങ്ങൾ നടപടി സ്വീകരിക്കും. എന്തുകൊണ്ട് തയ്യാറാവുന്നില്ല? എന്താ തർക്കം? എന്താ അവർക്ക് മടി? സംസ്ഥാന സർക്കാർ ഈ സർക്കാരിനെയാണ് വെല്ലുവിളിച്ചുകൊണ്ടിരിക്കുന്ന ഒരു അറബി വന്നിട്ട് ആ അറബി വന്ന് കേരളത്തിലെ മന്ത്രിസഭയെ ഉൾപ്പെടെ കേരളത്തിലെ മുഖ്യ രാഷ്ട്രീയ പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി ഉൾപ്പെടെ ജ്യോതികുമാർ പറയുന്ന അർത്ഥമില്ല. ഗവൺമെന്റിനെ ഏത് ഗവൺമെന്റിനെ വെല്ലുവിളിച്ചേ? അല്ലാതെ അത് ഗവൺമെന്റിനെ വെല്ലുവിളിക്കുന്നതല്ല. അവരുടെ വ്യാഖ്യാനങ്ങളാണ്. എന്ത് വേണമെങ്കിലും വ്യാഖ്യാനിക്കാം. ജ്യോതികുമാറിന്റെ കോൺഗ്രസ് നേതാവ് നിലയ്ക്ക് ജ്യോതികുമാർ അത് വ്യാഖ്യാനം ചെയ്യാം. ഞാൻ അതിനെ കുറ്റപ്പെടുത്തുന്നില്ല. പക്ഷേ ആ വ്യാഖ്യാനം ഞാൻ തിരിച്ചൊരു ചോദ്യം. അങ്ങനെയാണെങ്കിൽ മുഖ്യമന്ത്രി അവർ കാണാൻ ശ്രമിക്കുന്നത് എന്തിന്? മുഖ്യമന്ത്രിയെ കാണാൻ ശ്രമിക്കുന്നത് എന്തിന്? മുഖ്യമന്ത്രി കണ്ടോ? അത് വേറെ വിഷയം. മുഖ്യമന്ത്രിക്ക് വേണ്ടി വേറെ ആളുകൾ കാണുന്നുണ്ട്. മുഖ്യമന്ത്രി എന്തിനാ കാണുന്നേ? ഇതിനകത്ത് തിരക്കിട്ട കൂടിയാലോചനകൾ, ചരടുവലികൾ ബാക്കിൽ നടക്കുന്നുണ്ട്. അതുകൂടി നിങ്ങൾ വ്യക്തമാക്കൂ എന്താണെന്ന്. ഇത് എവിടെയാണ് പ്രശ്നം? ജനങ്ങളൊന്നും അറിയട്ടെ. ജനങ്ങളിൽ നിന്ന് എന്തിനാ ഒളിച്ചു വെക്കുന്നേ? നിങ്ങൾ എന്തിനാ ആരെ ഭയക്കുന്നത്? കാര്യങ്ങൾ പറയൂ, മോത്ത് നോക്കി കാര്യങ്ങൾ പറയൂ. ജ്യോതികുമാർ, സിമ്പിൾ കാര്യമേ ഉള്ളൂ. ബിനോയ് ഈ പറയുന്ന അറബ് വംശജന് പണം കൊടുക്കാനുണ്ടെങ്കിൽ, ദർഹംസ് കൊടുക്കാനുണ്ടെങ്കിൽ, 10 മില്യൺ കൊടുക്കാനുണ്ടെങ്കിൽ, അല്ലെങ്കിൽ 1 കോടി കൊടുക്കാനുണ്ടെങ്കിൽ അത് അയാൾ കൊടുത്തേലേ പറ്റൂ. കൊടുക്കണം, അല്ലെങ്കിൽ ജയിലിൽ കിടക്കണം. അതിനൊന്നും യാതൊരു സംശയമുള്ള കാര്യമല്ല. അത് നിയമവഴിക്ക് തന്നെ പോട്ടെ. അവിടെയാണ് ഞാൻ ചോദിക്കുന്നത്, എന്ത് ബിസിനസിന്റെ ബാക്കി എങ്ങനെ ഇത്തരത്തിലുള്ള തട്ടിപ്പുകളിൽ ഇതെല്ലാം ജനങ്ങൾ ചോദിക്കും. കാരണം ഈ ബിനോയ് കോടിയേരിയുടെ അച്ഛൻ എന്ന് പറയുന്നത് നേരത്തെ ടൂറിസം വകുപ്പ് കൈകാര്യം ചെയ്തിട്ടുള്ള ആളാണ്, ആഭ്യന്തരമന്ത്രിയായിരുന്നു. മാത്രമല്ല ഇപ്പോൾ പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറിയുമാണ്. അതുകൊണ്ട് ചോദ്യങ്ങൾ എന്തായാലും ഉയർന്നു വരും. ഉത്തരം ഇങ്ങനെ ബ്ലാബ്ലാ പോലെ പറഞ്ഞിട്ട് കാര്യമില്ല. CPM സംസ്ഥാന സെക്രട്ടറി ശ്രീ NM പിയേഴ്സൺ, കോടിയേരിക്ക് പാഠമാകുമോ മണിക് സർക്കാർ? കാരണം എന്താണെന്ന് ചോദിച്ചാൽ താങ്കൾക്ക് അറിയാമല്ലോ, മണിക് സർക്കാരിന്റെ ത്രിപുര ഭരിക്കുന്ന കഴിഞ്ഞ 20 വർഷമായി ത്രിപുരയിൽ മുഖ്യമന്ത്രിയായിരിക്കുന്ന മണിക് സർക്കാരിന്റെ സ്വത്ത് വിവരം പുറത്തു വന്നത് ഏറ്റവും ദരിദ്രനായ മുഖ്യമന്ത്രിയാണ് അദ്ദേഹം എന്ന രീതിയിൽ തന്നെയാണ്. പ്രതീക്ഷിച്ചതാണ് നമ്മളെല്ലാവരും. അദ്ദേഹത്തിന്റെ ജീവിതവും അറിയാവുന്നതാണ്. കോടിയേരിക്ക് പാഠമാകേണ്ടേ? അല്ല, നമ്മൾ ഈ ചർച്ച ആരംഭിക്കുന്ന സമയത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം ഇത് തന്നെയായിരുന്നു. അത് വളരെ പ്രസക്തമായൊരു ചോദ്യമായിട്ട് തന്നെയാണ് ഞാൻ വിലയിരുത്തുന്നത്. കാരണം കോടിയേരി ബാലകൃഷ്ണൻ്റെ മകൻ്റെ ബിസിനസ് സംബന്ധമായിട്ടുള്ള
ആരോപണങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്യുന്ന സമയത്ത് എനിക്ക് തോന്നുന്നു കേരളത്തിലെ ഒട്ടനവധി രാഷ്ട്രീയ നേതാക്കളുടെ മക്കൾ ഇതേപോലെയൊക്കെയുള്ള പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത്. കേരളത്തിൻ്റെ രാഷ്ട്രീയം, അത് ഇടതുപക്ഷ രാഷ്ട്രീയം, കമ്മ്യൂണിസ്റ്റ് രാഷ്ട്രീയമൊക്കെ അത്തരത്തിൽ മാറിപ്പോകുന്നതാണ് വളരെ ഗൗരവമായ രീതിയിൽ നമ്മൾ പരിശോധിക്കേണ്ട വിഷയമായി മാറുന്നത്. CPM സംസ്ഥാന സെക്രട്ടറിയുടെ മകൻ ഇത്തരത്തിലുള്ള ബിസിനസ്സുകളിൽ ഇടപെടുമ്പോൾ അതിൽ ജാഗ്രത പുലർത്താനായിട്ട് അദ്ദേഹത്തിന് സംസ്ഥാന സെക്രട്ടറി എന്ന നിലക്കും അച്ഛനെന്ന നിലക്കും വലിയ ഉത്തരവാദിത്വമുണ്ട്. ആ ഉത്തരവാദിത്വം പാലിക്കപ്പെടാതെ പോകുന്ന സമയത്ത് സ്വാഭാവികമായിട്ട് സംഭവിക്കുന്നത് ഒരു സമൂഹത്തിൻ്റെ വലിയ പ്രതീക്ഷയായിരുന്ന ഒരു പ്രസ്ഥാനത്തിൻ്റെ പ്രശ്നം മാറിത്തീരുകയാണ് ചെയ്യുന്നത്. അതിനെ ആ രീതിയിൽ ആ ഗൗരവത്തോടെ തന്നെ കാണേണ്ടതാണ്. പക്ഷേ ഇവിടെ മറ്റൊരു കാര്യം സംഭവിക്കുന്നത് ശ്രീ NM പിയേഴ്സൺ മകന്റെ ബിസിനസ്സും അച്ഛന്റെ പാർട്ടി സെക്രട്ടറി സ്ഥാനവും രണ്ടും രണ്ടായി കാണുകയാണ്. മക്കൾ ചെയ്യുന്നതെല്ലാം പാർട്ടി നേതാക്കൾ ഉത്തരവാദികളല്ല എന്ന രീതിയിൽ പ്രസ്താവനകൾ വരികയാണ്. എന്താണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ നിന്നും ഇങ്ങനെ സംഭവിക്കുന്നത്? അല്ല, അത്തരം പ്രസ്താവനകൾ വരുന്നത് തന്നെ വ്യാഖ്യാനവും വിശദീകരണത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്. വ്യാഖ്യാനങ്ങളും വിശദീകരണങ്ങളും ആരെയും ഒരിക്കലും രക്ഷപ്പെടുത്തില്ല എന്നുള്ള കാര്യം നമുക്കറിയാം. ഞാൻ CPM നേതാവിൻ്റെ കാര്യം മാത്രമല്ല, പല കോൺഗ്രസ് നേതാക്കന്മാരുടെ മക്കൾക്ക് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളുണ്ട്. അതേപോലെ തന്നെ ഒട്ടനവധി രാഷ്ട്രീയ നേതാക്കളുടെ മക്കൾക്ക് ഇത്തരത്തിലുള്ള അനുഭവങ്ങൾ ഉണ്ടാകുന്നുണ്ട്. അങ്ങനെ ഉണ്ടാകാൻ പാടില്ലാത്ത ഒരു രാഷ്ട്രീയ സത്യസന്ധതയെക്കുറിച്ചും രാഷ്ട്രീയ ആദർശത്തെക്കുറിച്ചുമാണ് യഥാർത്ഥത്തിൽ മണിക് സർക്കാരിനെ പോലെയുള്ള ഒരു കമ്മ്യൂണിസ്റ്റ് നേതാവിൻ്റെ ആദർശ ജീവിതം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് നമുക്ക് സൂചിപ്പിക്കാനായിട്ട് കഴിയുള്ളൂ. അദ്ദേഹം മണ്ടനാണ് എന്ന് പറയുന്നത് തന്നെ ആദർശ രാഷ്ട്രീയത്തെ ആക്ഷേപിക്കുന്നതിന് തുല്യമാണ് എന്നാണ് ഞാൻ പറയുന്നത്. ഒട്ടനവധി കമ്മ്യൂണിസ്റ്റുകാരെ അവരുടെ ജീവിതം കൊണ്ട് നടത്തിയ എല്ലാ പ്രവർത്തനങ്ങളും തങ്ങളുടെ ജീവിതം മണ്ടത്തരമായിരുന്നു എന്ന് വ്യാഖ്യാനിക്കുന്നതിന് തുല്യമായിട്ടുള്ളൊരു കാര്യമാണ്. ചടയം ഗോവിന്ദൻ്റെ മകൻ ഇവിടെ ഈ തിരുവനന്തപുരത്ത് അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ നടക്കുന്നത് എല്ലാ സഹാക്കൾക്കും അറിയാവുന്ന കാര്യമാണ്. എന്താണ് അദ്ദേഹം ചെയ്തുകൊണ്ടിരിക്കുന്നത്? EMSൻ്റെ മകൻ്റെ മകൾ ദേശാഭിമാനിൽ എന്ത് ജോലിയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്? ഇതൊക്കെ നമ്മളൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്നതാണ്. പാർട്ടിയിൽ രണ്ട് തരത്തിലുള്ള ആളുകളുണ്ട് എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ്. ഒന്ന്, വളരെ ദരിദ്രമായിട്ടുള്ള രീതിയിലും ആദർശാത്മകമായിട്ടുള്ള രീതിയിലും ജീവിക്കാനും അതിനുവേണ്ടി പോരാടാൻ തയ്യാറായി നിൽക്കുന്നതായിട്ടുള്ള ഒരു മനുഷ്യ സമൂഹം എന്ന് പറയുന്നത്. അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഭരണത്തിൻ്റെയും അധികാരത്തിൻ്റെയും സൗകര്യങ്ങൾ ഉപയോഗിച്ച് എല്ലാവിധമായിട്ടുള്ള ആഡംബരങ്ങളിലേക്ക് കടന്നു കയറാൻ ആഗ്രഹിക്കുന്നതായിട്ടുള്ളൊരു വിഭാഗം. ഇത്തരം വിഷയങ്ങളാണ് യഥാർത്ഥത്തിൽ ഗൗരവമായിട്ട് ചർച്ചയ്ക്ക് വിധേയമാക്കേണ്ടത്. കോടിയേരി ബാലകൃഷ്ണൻ്റെ മകനും മാത്രമല്ല അതിനകത്ത് പ്രശ്നം. ഇത്തരത്തിലുള്ളൊരു സംവിധാനത്തെ ഒരു കാരണവശാലും ന്യായീകരിക്കാൻ പാടില്ല എന്നുള്ളതാണ്. അതിനെതിരെ കടുത്തതായിട്ടുള്ള പോരാട്ടം നടത്തിക്കൊണ്ട് മാത്രമേ തീർച്ചയായിട്ടും സത്യം പറയുന്നത് ആര്, നുണ പറയുന്നത് ആര്? UAE പൗരനും വക്കീലും പങ്കാളിയുമാണോ സത്യം പറയുന്നത്, അതോ കോടിയേരി ബാലകൃഷ്ണനും മകനും പാർട്ടിയുമാണോ? എന്തായാലും വിഷയമുള്ളത് കൊണ്ട് തന്നെയാണല്ലോ അവിടെ നിന്ന് ആളുകൾ ഇവിടെ വന്ന് വലിയ തരത്തിൽ ഒരു ബ്ലാക്ക് മെയിലിന് തയ്യാറാവുന്നത്. ഇത് ബ്ലാക്ക് മെയിലിംഗ് പ്രോസസ്സ് തന്നെയായിട്ട് ഞാൻ കണക്കാക്കുന്നു. പണം വാങ്ങിച്ചു എന്നുള്ളതിൻ്റെ പേരിലും അത് അവർക്ക് ലഭ്യമല്ലാത്തതായിട്ടുള്ള അന്തരീക്ഷം ഉണ്ടാവുകയും ചെയ്തപ്പോഴാണ് യഥാർത്ഥത്തിൽ അവർ ഇവിടെ വരികയും ഇവിടുത്തെ പാർട്ടി സെക്രട്ടറിയെയും പാർട്ടി സംവിധാനത്തിനെയും സർക്കാരിനെ വരെയും ബ്ലാക്ക് മെയിൽ ചെയ്യാനായിട്ട് തയ്യാറാവുന്നത്. അങ്ങനെ ബ്ലാക്ക് മെയിൽ ചെയ്യാൻ പറ്റുന്ന തരത്തിലേക്ക് ഒരു അന്തരീക്ഷം വരുന്നത് നല്ലതാണോ എന്ന് തീർച്ചയായിട്ടും നമ്മൾ ചർച്ച ചെയ്യേണ്ടതല്ലേ. ഒരു കാരണവശാലും അത്തരത്തിലുള്ള സംഭവങ്ങൾ ഉണ്ടാകാൻ പാടില്ല. ഉണ്ടാകുന്നതിൻ്റെ ഉത്തരവാദിത്വങ്ങൾ ആരായാലും അവർക്കെതിരെയാണ് യഥാർത്ഥത്തിൽ നിലപാടുകൾ എടുക്കേണ്ടത്. വ്യക്തമായ നിലപാട് ഇവിടെ വലിയ ആവശ്യമായി വരുന്നത് എന്തുകൊണ്ടാണ്? ഈ പാർട്ടിയുടെ ആദർശവും ഈ പാർട്ടിയുടെ ധാർമ്മികതയും വലിയൊരു പ്രശ്നമായി ഉയർന്നു വരുന്ന സമയത്താണ്. ഒരു ബിസിനസ്സുകാരൻ്റെ പ്രശ്നമായിരുന്നെങ്കിൽ ആരിത് ചർച്ച ചെയ്യുമായിരുന്നു? ആരും ചർച്ച ചെയ്യുമായിരുന്നില്ല. സ്വാഭാവികമായിട്ടും CPMൻ്റെ സെക്രട്ടറിയുടെ മകനാണ് എന്നുള്ളത് തന്നെയാണ് ഇത് ചർച്ചയ്ക്ക് വിധേയമാകുന്നതിനുള്ള പ്രധാനപ്പെട്ട കാരണം. അപ്പോൾ സ്വാഭാവികമായിട്ടും പാർട്ടിയുടെ ധാർമ്മികതയും പാർട്ടിയുടെ പ്രശ്നങ്ങളും ഇവിടെ വരികയാണ്, ചർച്ച ചെയ്യപ്പെടുകയാണ്. അങ്ങനെയാണ് ഈ കാര്യങ്ങളെല്ലാം പോകുന്നത്. അത് ഒറ്റപ്പെട്ടൊരു സംഭവമായിട്ടല്ല എടുക്കേണ്ടത്. പുതിയ കാലത്ത് ഉയർന്നു വന്നിരിക്കുന്ന ഒരു രാഷ്ട്രീയ കാലത്തൊന്നും ഇങ്ങനെയൊന്നും സംഭവിച്ചിട്ടില്ല എന്നൊക്കെ പറയുന്ന ന്യായീകരണങ്ങൾ ഇത് ജനം വിശ്വസിക്കുന്നതാണോ? ഇത് വിശ്വസനീയമാണോ? നേരത്തെ ഇവിടെ ജ്യോതികുമാർ ചാമക്കാല പറഞ്ഞ ഒരു കാര്യമുണ്ടല്ലോ, കോടിയേരി ബാലകൃഷ്ണൻ ജ്യോതികുമാർ ചാമക്കാല നേരത്തെ ഇവിടെ പറഞ്ഞിരുന്നു, കോടിയേരി ബാലകൃഷ്ണനും മകനും ഇരുന്നു കൊണ്ട് ഇക്കാര്യങ്ങൾ മാധ്യമങ്ങൾക്ക് മുന്നിൽ തുറന്നു പറയട്ടെ, ജനം കേൾക്കട്ടെ എന്ന്. അങ്ങനെ തയ്യാറാകേണ്ടതല്ലേ? അല്ല, അവർ ഒരുമിച്ചിരുന്നത് പറയണോ വേണ്ടെന്നൊക്കെ അവർ തന്നെ തീരുമാനിക്കട്ടെ. പക്ഷേ ഇതിൽ സുതാര്യമായിട്ടുള്ള ഒരു കാഴ്ചപ്പാടും സുതാര്യമായിട്ടുള്ള ഒരവസ്ഥയും സൃഷ്ടിക്കാനായിട്ടുള്ള ബാധ്യത തീർച്ചയായിട്ടും പാർട്ടിക്കുണ്ടായി വരികയാണ് ചെയ്യുന്നത്. പാർട്ടി സെക്രട്ടറിയുടെ മകനാണ് എന്നതുകൊണ്ട് ആ ഉത്തരവാദിത്വത്തിൽ നിന്ന് ഒരു കാരണവശാലും പാർട്ടിക്ക് മാറാൻ പറ്റുകയില്ല എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്.
ശ്രീ എസ് ആർ ശക്തിധരൻ, ഈ കോടിയേരിക്ക് പാഠമാകുമോ മണിക് സർക്കാർ എന്നൊക്കെ ചോദിക്കുന്നത് മണ്ടൻ ചോദ്യമായി പോകുമെന്ന് തോന്നുന്നു. കാരണം മണിക് സർക്കാരിന്റെ ജീവിതം എങ്ങനെ, കോടിയേരി ബാലകൃഷ്ണന്റെ ജീവിതം എങ്ങനെ? ഈ ഒരു താരതമ്യ പഠനത്തിനാണോ ഇപ്പൊ ഈ ചർച്ച സംഘടിപ്പിക്കുന്നത്? അത് വേണ്ടി വരും. അല്ല, അതായിക്കോട്ടെ. നമ്മുടെ സമൂഹത്തിൽ ഇത്തരം ചർച്ചകൾ ഉയർന്നു വരുന്നതിൽ ഒരു അപാകതയും ഉണ്ടെന്ന് കരുതുന്നവനല്ല ഞാൻ. ഇത് എല്ലാ കാര്യങ്ങളിലും എല്ലാ സംഭവങ്ങളിലും ഇത്തരത്തിലുള്ള ഒരു ജാഗ്രത നമ്മുടെ ഭാഗത്തു നിന്നുണ്ടാകേണ്ടത് വളരെ അത്യാവശ്യവുമാണെന്ന് തന്നെയാണ് യുവ സംഭവവികാസങ്ങൾ നമ്മുടെ മുമ്പിലേക്ക് കൊണ്ടുവരുന്ന ചോദ്യങ്ങൾ. ആ ചോദ്യങ്ങൾക്ക് മറുപടി കണ്ടെത്തേണ്ടത് ചർച്ചകളിലൂടെ തന്നെയാണ്. ഒരു ചെറിയ ഉദാഹരണമുണ്ട്. മണിക് സർക്കാർ സഞ്ചരിക്കുന്ന റിക്ഷയിലാണ്, അദ്ദേഹം കാറിൽ അങ്ങനെ സഞ്ചരിക്കാറില്ല. നിങ്ങൾ വെറുതെ കണ്ടിട്ടൊന്നുമില്ല. മണിക് സർക്കാർ കാറിൽ മണിക് സർക്കാരിനെ താങ്കൾ തള്ളിപ്പറയുകയാണ്. അല്ല, ഞാൻ തള്ളിപ്പറയല്ല. അവിടെ യഥാർത്ഥ കമ്മ്യൂണിസ്റ്റ് ആണ് അദ്ദേഹം, തള്ളിപ്പറയുകയാണ്. ഞാൻ തള്ളിപ്പറയുന്നൊന്നുമില്ല. നിങ്ങൾ എന്തിനാ ഇങ്ങനെയൊക്കെ വ്യാഖ്യാനിക്കുന്നത്? ഓടിക്കാറിലല്ല അദ്ദേഹം സഞ്ചരിക്കുന്നത്. നിങ്ങൾക്ക് ഇത് പറയാം, ഓടിക്കാറെന്ന് പറയാൻ വേണ്ടിയിട്ടല്ലേ ഇത് പറയണത്? നിങ്ങൾക്ക് ഓടിക്കാറെന്ന് പറയാൻ വേണ്ടിയിട്ടല്ലേ നിങ്ങൾ ഈ മണിക് സർക്കാരിന്റെ കാര്യം ഇപ്പൊ പറയുന്നത്? അവിടെ മണിക് സർക്കാർ അതിലെന്താണ് തെറ്റുള്ളത്? എന്തിനു പേടിക്കുന്നത്? ആയിക്കോട്ടെ, ഞങ്ങൾക്കൊരു ഭയവും ഉണ്ടല്ലോ. അച്ഛൻ പിന്നെ മിനി കൂപ്പറിൽ കയറിയാൽ മോൻ ഓടി കയറും, സ്വാഭാവികമാണ്. ആയിക്കോട്ടെ, അച്ഛനേക്കാൾ മഞ്ജുഷ ഇത്തരത്തിൽ ചർച്ച ചെയ്ത് മാണിക് സർക്കാരിനെ അപമാനിക്കരുത്. ദയവ് ചെയ്ത് അദ്ദേഹത്തെ അപമാനിക്കാൻ ശ്രമിക്കരുത്. ഇത് അദ്ദേഹത്തെ അപമാനിക്കലാണ്. കേരളത്തിലെ CPM സംസ്ഥാന നേതൃത്വത്തോടൊപ്പം മാണിക് സർക്കാരിനെ ശ്രീ ജ്യോതികുമാർ ചാമക്കാല പറഞ്ഞ ശക്തിധരന് മനസ്സിലായില്ല എന്ന് തോന്നുന്നു. അപമാനിക്കരുത് എന്ന് പറയുമ്പോൾ മണിക് സർക്കാർ ഒരു യഥാർത്ഥ കമ്മ്യൂണിസ്റ്റ് ആണ്, അദ്ദേഹത്തെ അപമാനിക്കരുത് എന്നാണ്. തീർച്ചയായിട്ടും മഞ്ജുഷ, ഇതൊരു കാഴ്ചപ്പാടിന്റെ പ്രശ്നമുണ്ട് ഇതിനകത്ത്. ഇപ്പം ജ്യോതികുമാർ ഇങ്ങനെയൊക്കെ പറയുന്നുണ്ടല്ലോ. പിയേഴ്സൺ പറഞ്ഞ കാര്യത്തെക്കുറിച്ച് ഞാൻ ഒന്ന് പറയട്ടെ മഞ്ജുഷ്. ഒരു മണിക് സർക്കാരിൻ്റെ കാര്യം സമ്മതിക്കുന്നു. കേരളത്തിലെ ഒരു അച്യുതമേനോൻ ഉണ്ടായിരുന്നു, EMS നമ്പൂതിരിപ്പാടുണ്ടായിരുന്നു. ഇതുപോലെ ഇപ്പോഴത്തെ എന്താ ഏറ്റവും ഒടുവിലെ പാലോളി ഒരുപാട് പേരുണ്ട്. ചടയൻ ഗോവിന്ദന്റെ കാര്യം ഞാൻ പറയട്ടെ. പാലോളി മുഹമ്മദ് കുട്ടി, മുഹമ്മദ് കുട്ടി, ചടയൻ ഗോവിന്ദൻ, അങ്ങനെ ഒട്ടേറെ നേതാക്കൾ ഉണ്ടെന്നേ. ഇപ്പോൾ ആ നേതാക്കളുടെ ജീവിതമെല്ലാം ഇപ്പോൾ ചർച്ചയാകുന്നത് ഇതുകൊണ്ട് തന്നെയാണ്. കോടിയേരി ബാലകൃഷ്ണന്റെ ഈ ഒരു ആഡംബര ജീവിതത്തെ കുറിച്ച് കാര്യങ്ങൾ വന്നതുകൊണ്ട് തന്നെയാണ്. മഞ്ജുഷ, ഞാൻ പറയുന്നത് അതല്ല. ഇവരുടെയൊക്കെ മക്കൾ വേറെ തലത്തിൽ പഠിച്ച് ഇപ്പോൾ അജിതബനിൻ്റെ മകൻ ഒരു ഡോക്ടറാണ് തിരുവനന്തപുരത്ത്. അദ്ദേഹം ശ്രീത്രയിലെ ഒരു വലിയ ഡോക്ടറാണ്, വലിയ ചുമതല വഹിക്കുന്ന ഡോക്ടറാണ് അദ്ദേഹം. അത് അങ്ങനെ പഠിച്ച് മിടുക്കരായിക്കൊടുന്നുണ്ടോ? ഇവരുടെ മക്കൾ ആരെങ്കിലും ബിസിനസ്സുകാരായി പോകുന്നതിൽ എന്താണ് തെറ്റ്? വീണ വിജയൻ മുഖ്യമന്ത്രിയുടെ മകളാണ്. 22ാമത്തെ വയസ്സിൽ ബിടെക് കഴിഞ്ഞു. 21-22ാമത്തെ വയസ്സിൽ ബിടെക് കഴിഞ്ഞു. അവർ നേരെ വന്ന് കയറുന്നത് RP ടെക്നോളജി ഗ്രൂപ്പിൻ്റെ, അതായത് രവി പിള്ള കമ്പനിയുടെ വൈസ് പ്രസിഡന്റ് ആയിട്ടാണ്. ആ വൈസ് പ്രസിഡന്റ് ആകണമെങ്കിൽ സാധാരണക്കാരനായ ഒരാൾ ബിടെക് കഴിഞ്ഞാൽ 10-30 വർഷത്തെ സേവനം, മിനിമം 25 വർഷത്തെ സേവനം കഴിഞ്ഞതിന് ശേഷമേ CEO ആകത്തുള്ളൂ. എങ്ങനെ CEO ആയി? 1. 2, ഇതേ കോടിയേരി ബാലകൃഷ്ണന്റെ മക്കൾ രവിപിള്ളയുടെ കമ്പനിയിൽ ജോലി നോക്കിയിരുന്നു, ഒരാളും വൈസ് പ്രസിഡന്റ് ആയി. എങ്ങനെ വൈസ് പ്രസിഡന്റ് ആകുന്നു? അവിടെയാണ് പ്രശ്നം. ഇവിടെ ഒരു ലാറ്റിൻ ഫ്രേസ് ഉണ്ട്, ക്വിഡ് പ്രോ ക്യോ. അതായത് അതിനെ ഒറ്റ വാചകത്തിൽ പറഞ്ഞാൽ എ ഫേവർ ഫോർ എ ഫേവർ. അപ്പോൾ ഒരു ബിസിനസ്സുകാരനും പൊളിറ്റീഷ്യനും തമ്മിലുള്ള അവിശുദ്ധ കൂട്ടുകെട്ടിന്റെ ബാക്കി പത്രങ്ങളാണ് ഇതൊക്കെ. അവർ പഠിച്ചതിന് ഞാൻ എതിരൊന്നുമല്ല. ഞാൻ പറഞ്ഞോട്ടെ. EMSന്റെ മക്കൾ, കൊച്ചുമക്കളും EK നായനാരുടെ മക്കൾ ഒക്കെ ദേശാഭിമാനി വർക്ക് ചെയ്തോണ്ടേ. അവരുടെ യോഗ്യതയ്ക്കനുസരിച്ച് അവരുടെ അച്ഛൻ പിതാക്കന്മാരൊക്കെ ഒരുപാട് കഷ്ടം സഹിച്ചവരാണ്. അവർ പാർട്ടി പ്രവർത്തനമായി നടത്തുമ്പോൾ മക്കളുടെ വിദ്യാഭ്യാസം ശ്രദ്ധിക്കാൻ കഴിഞ്ഞു കാണത്തില്ല. അവരത് ജോലി ചെയ്തോട്ടെ സ്ഥാപനത്തിൽ. ഒരു കാര്യം മാത്രം, ഈ ഫേവറിന് വേണ്ടി മറ്റൊരു ഫേവർ എന്ന് പറഞ്ഞത് ഒരു സെക്കൻഡ് അതിലേക്കൊന്നും വരണ്ട. ഒരു ഫേവറിന് വേണ്ടി മറ്റൊരു ഫേവർ, അങ്ങനെ ഒരു ഫേവറിന് വേണ്ടി മറ്റൊരു ഫേവറിന് വേണ്ടിയാണോ ഇപ്പോൾ ഈ ഒത്തുതീർപ്പ് ചർച്ചകൾ നടക്കുന്നത്? കാരണം ഈ പണം തിരിച്ചടയ്ക്കാൻ തയ്യാറായി ഒരുപാട് ആളുകൾ രംഗത്ത് വരും. അവിടെയാണ് ഞാൻ നേരത്തെ ചോദിച്ചുള്ള ചോദ്യം വീണ്ടും ആവർത്തിക്കുന്നത്. ഒരു പണം തിരിച്ചടയ്ക്കുമ്പോൾ കോളം കൊട്ടാരം കൊടുത്തെങ്കിൽ അടുത്ത പണം തിരിച്ചടയ്ക്കുമ്പോൾ ഏത് കൊട്ടാരം കൊടുക്കും എന്നുള്ളതാണ് പ്രശ്നം. ഇവിടെ അവിടെയാണ് ഞാൻ അത് നേരത്തെ മഞ്ജുഷ അവസാനിപ്പിക്കുകയാണ്. ഒറ്റ കാര്യം മാത്രമായി ചുരുക്കുകയല്ല, ഒരു ഇപ്പോഴത്തെ ചർച്ചകളും ഈ 13 കോടി ആര് കൊടുത്തു തീർക്കുന്നു, അങ്ങനെയെങ്കിൽ അതിന് പകരമായി എന്തെങ്കിലും കിട്ടുമല്ലോ എന്ന് പകരം ഫേവർ, അതാണ് ജനം സംശയിക്കുന്നത്. അതുകൊണ്ടാണ് ഇങ്ങനെ മറ ഉണ്ടാക്കരുത് എന്ന് പറയുന്നത്. ശ്രീ SR ശക്തിധരൻ, ഇതെല്ലാം പ്രചാരണമാണെന്ന് പറഞ്ഞ് തള്ളരുത്. അല്ലല്ല, ഇതെല്ലാം സുതാര്യതയോടെ നടക്കണം.
എന്നാഗ്രഹിക്കുന്നവരാണ് കേരളത്തിലെ മുഴുവൻ ആളുകൾ. നടക്കുന്നില്ലല്ലോ. അല്ല, നടക്കുന്നില്ലല്ലോ. അതാണ് ഇതെല്ലാം ചർച്ചയാകുന്നത്. അതിന് നിയമപരമായ ഒരുപാട് ആരാണ് കാര്യങ്ങൾ. ഇനിഷ്യേറ്റീവ് എടുക്കേണ്ടത്? ശ്രീ SRS, ഇതിന് ആരാണ് ഇനിഷ്യേറ്റീവ് എടുക്കേണ്ടത്? സുതാര്യമായി പോകണമെങ്കിൽ ആരാണ് ഇനിഷ്യേറ്റീവ് എടുക്കേണ്ടത്? ബിനോയ് കോടിയേരി. ബിനോയ് കോടിയേരി എങ്കിൽ പിന്നെ അയാളിപ്പോ അവിടെ ഗൾഫിലുണ്ടെന്നേ. എന്ന് പറയുന്ന കാര്യം അദ്ദേഹം പറഞ്ഞിരിക്കുന്നു ഞാൻ കൊടുക്കാനുണ്ട്. ഇദ്ദേഹം പറയുന്നു എനിക്ക് കൊടുക്കാനുണ്ട്. അയാൾ ഗൾഫിൽ പോയിരിക്കുന്നു. ഗൾഫിൽ അയാൾ അതിനാവശ്യമായ സംവിധാനങ്ങൾ ഒരുക്കുന്നുണ്ടെങ്കിൽ നമുക്ക് കുറ്റം പറയാൻ പറ്റുമോ? സെക്രട്ടറിയുടെ മകനെ സംബന്ധിച്ച് അദ്ദേഹത്തിന്റെ ബിസിനസ് എന്തൊക്കെയാണ് പാർട്ടിക്ക് ഇതിനകത്ത് ഇടപെടേണ്ട ഒരു കാര്യമില്ല. അത് നിങ്ങൾ ആദ്യം മനസ്സിലാക്കുക. നിങ്ങൾ പാർട്ടി ഇതിനകത്തേക്ക് വലിച്ചെടുത്ത് ശ്രീ NM പിയേഴ്സൺ, ഈ പാർട്ടി സെക്രട്ടറിയുടെ മകൻ എന്ത് ബിസിനസ് നടത്തുന്നു എന്നറിയാൻ ജനങ്ങൾക്ക് ബാധ്യതയുണ്ടോ? അല്ല, അതിൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ പാർട്ടിയുടെ അക്കൗണ്ടബിലിറ്റിയാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. പാർട്ടിക്ക് ജനങ്ങളോട് എത്രമാത്രം പ്രതിബദ്ധതയുണ്ട്, പാർട്ടിക്ക് ജനങ്ങളോട് എത്രമാത്രം ഉത്തരവാദിത്വമുണ്ട്, ആ ഉത്തരവാദിത്വത്തിൽ തീർച്ചയായിട്ടും പാർട്ടിയുടെ ജനറൽ സെക്രട്ടറിയുടെയോ അല്ലെങ്കിൽ സെക്രട്ടറിയുടെ മക്കളൊക്കെ വല്ലാത്ത തരത്തിലുള്ള കുഴപ്പങ്ങൾ സമൂഹത്തിൽ സൃഷ്ടിക്കുന്ന തരത്തിലേക്ക് വരികയാണെങ്കിൽ തീർച്ചയായിട്ടും അതിൽ ജനങ്ങൾക്ക് ഉത്കണ്ഠയുണ്ടാവും, ജനങ്ങളതിനെ ചോദ്യം ചെയ്യും. കാരണം പാർട്ടി സെക്രട്ടറി സമൂഹത്തിനെ വലിയ തോതിൽ നല്ല രീതിയിൽ മാറ്റി തീർക്കുന്നതിന് വേണ്ടി അദ്ദേഹത്തിൻ്റെ ജീവിതം സമർപ്പിക്കുന്ന ഒരാളാണ്. അങ്ങനെ ജീവിതം സമർപ്പിക്കുന്ന ഒരാൾ തീർച്ചയായിട്ടും സമൂഹത്തെ ഇങ്ങനെയായിട്ട് മാറ്റി തീർക്കാൻ ശ്രമിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ മക്കളെയും അദ്ദേഹം തീർച്ചയായിട്ടും അങ്ങനെ ആറ്റി തീർക്കാൻ ശ്രമിക്കേണ്ടത് തന്നെയാണ്. ഞങ്ങൾ പലപ്പോഴും സംസാരിക്കാറുണ്ട്, പഴയ കാലത്തെ കമ്മ്യൂണിസ്റ്റുകാരുടെ ഒരു രീതിശാസ്ത്രം എന്ന് പറയുന്നത്, നല്ലൊരു ചീത്തെന്ന് എനിക്കറിയില്ല, അവരുടെ വീട്ടിലുള്ള വളർത്തുമൃഗങ്ങൾ പോലും അവരാഗ്രഹിക്കുന്ന രീതിയിൽ മാറിത്തീരണമെന്ന് വിചാരിച്ചിരുന്ന ആളുകളാണ്. അത്തരത്തിലുള്ള ഒരു ആദർശം കൊണ്ടുനടന്നിരുന്ന, ഒറ്റ മുണ്ടെടുത്തിരുന്നവരും അതേപോലെ നഗ്നമാതരമായിട്ടുള്ള ഒരുപാട് മനുഷ്യരാണ് ഈ പാർട്ടി പ്രസ്ഥാനം കെട്ടിപ്പടുത്തത്. അതുകൊണ്ടാണ് സ്വാഭാവികമായിട്ടും ആ പാർട്ടിയിൽ ആരെങ്കിലും ഒരു കുഴപ്പത്തിൽ വരുമ്പോൾ വലിയ തരത്തിൽ വിമർശനങ്ങൾ ഉണ്ടാകുന്നത്. ആ വിമർശനങ്ങളുടെ അടിത്തറ എന്ന് പറയുന്നത് ജനങ്ങളുടെ പ്രതിബദ്ധത തന്നെയാണ്. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അങ്ങനെ മനസ്സിലാക്കിയിട്ടാണ് ഈ വിഷയം കാണേണ്ടത്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഇത് CPM നേതാവിൻ്റെ മക്കളുടെ മാത്രം പ്രശ്നമല്ല. കേരളത്തിലെ വിവിധ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുടെ നേതാക്കളുടെ മക്കൾ പലരും ഇത്തരത്തിലുള്ളതായിട്ടുള്ള പ്രശ്നങ്ങളിലൊക്കെ ഇടപെടുന്നുണ്ട്. അതൊക്കെ തെറ്റാണ്. അങ്ങനെ തെറ്റായിട്ടുള്ള കാര്യങ്ങളെയാണ് നമ്മൾ തള്ളിപ്പറയേണ്ടത്. അത് CPM-നെ തള്ളിപ്പറയല്ല, അല്ലാതെ. അങ്ങനെ വരുമ്പോൾ ഇനി ഈ 13 കോടിയുടെ കാര്യങ്ങൾ സെറ്റിലാകുമ്പോൾ എല്ലാം ശുഭപര്യവസായിയായി മാറുമ്പോഴും സംശയം ഉരുകയില്ലേ? ആര് ഈ പണം കൊടുത്തു, എന്തിനു വേണ്ടി കൊടുത്തു, പകരം എന്ത് കിട്ടും, പാർട്ടിയാണോ വഹിച്ചത്? ഇങ്ങനെ ഒരുപാട് ചോദ്യങ്ങൾ ഇനിയും ഉയർന്നു വരില്ലേ? അതിൽ സുതാര്യത എങ്ങനെ ഉറപ്പുവരുത്തും? നിയമപരമായി തന്നെയാണ് ഈ കാര്യങ്ങൾ നീങ്ങിയത് പറഞ്ഞ് വളരെ വ്യക്തമായ സുതാര്യമായ രീതിയിൽ അവതരിപ്പിച്ചാൽ മാത്രമാണ് ഇതിൽ നിന്ന് തീർച്ചയായിട്ടും ശരിയായിട്ടുള്ള രീതിയിലേക്ക് ഈ നേതൃത്വത്തിന് സഞ്ചരിക്കാൻ കഴിയുള്ളൂ. ഈ നേതൃത്വത്തിൻ്റെ സഞ്ചാരം എന്ന് പറയുന്നത് പാർട്ടിയുടെ സഞ്ചാരമാണ്. അതുകൊണ്ട് സ്വാഭാവികമായിട്ടും ആ ഉത്തരവാദിത്വം ഇല്ല എന്നല്ല പറയേണ്ടത്, ഇതിനകത്ത് ഉത്തരവാദിത്വം ഉണ്ട് എന്നാണ് പറയേണ്ടത്. ആ ഉത്തരവാദിത്വം ഏറ്റെടുക്കാനും ഇത് സുതാര്യമായി തീർക്കും എന്ന് പറയുന്നതിനുള്ള ചങ്കുറപ്പാണ് പാർട്ടിയും പാർട്ടിയുടെ നേതൃത്വവും അതേപോലെ സെക്രട്ടറിയും കാണിക്കേണ്ടത്. അങ്ങനെയാണ് ഈ സമൂഹത്തെ അവർ അഭിസംബോധന ചെയ്യുന്നത്, മറിച്ചല്ല ചെയ്യേണ്ടത്. അതാണ് ചർച്ചയിൽ പങ്കെടുക്കുന്ന ആളുകൾ പറയണമായിരുന്നു എന്നാണോ? പാർട്ടിക്ക് ഉത്തരവാദിത്വമുണ്ട് എന്ന് പാർട്ടിയും പാർട്ടി സെക്രട്ടറിയും പറയണമായിരുന്നു എന്നാണോ? അല്ല, ഈ വിഷയം മാത്രമല്ല, ഇതുപോലെ ബന്ധപ്പെടുന്ന എല്ലാ വിഷയങ്ങളിലും പാർട്ടി ഇടപെടുന്നതല്ലേ. പാർട്ടിയല്ല പലപ്പോഴും പല കാര്യങ്ങളും തീർപ്പ് കൽപ്പിക്കുന്നത്. ഇപ്പം സമൂഹത്തിൽ ഏറ്റവും ശരിയായിട്ടുള്ള രീതിയിൽ കാര്യങ്ങൾ എങ്ങനെയാണ് തീരേണ്ടത് എന്ന് പറയുന്നതായിട്ടുള്ള പാർട്ടി എന്തുകൊണ്ട് പാർട്ടി സെക്രട്ടറിയുടെ മകൻ്റെ വിഷയം വരുന്ന സമയത്ത് ഇത് പാർട്ടിയുടെ പ്രശ്നമല്ല എന്ന് പറയുന്നത്? അങ്ങനെ പറയാൻ പാടില്ല. പല പ്രശ്നങ്ങളും ഇടപെടുന്ന പാർട്ടിയാണ്, അനേകായിരം പ്രശ്നങ്ങൾ ഇടപെടുന്ന പാർട്ടി. ആ പാർട്ടി തീർച്ചയായിട്ടും ഈ പ്രശ്നത്തിലും ഇടപെടുകയും തീർക്കുകയും ചെയ്യുക ജനങ്ങൾ ആവശ്യപ്പെടുന്ന ഒരു കാര്യമാണ്. ഇതിന് മറുപടി പറയാനായിട്ട് ഞാൻ ബാധ്യസ്ഥനൊന്നുമല്ല, ഞാനുള്ള കാര്യം പറഞ്ഞേക്കാം. ഈ സംഭവം പാർട്ടിക്ക് ബന്ധമില്ല എന്ന് പറയുന്നത്, പാർട്ടി ഈ കച്ചവടം നടത്താനായിട്ടൊന്നും കോടിയേരിയുടെ മകനെയൊന്നും ഗൾഫിലേക്കൊന്നും അയച്ചിട്ടില്ല. കോടിയേരിയുടെ മകൻ അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള ഉപജീവന മാർഗം തേടി പോയി. അങ്ങനെ ഗൾഫിൽ പോകുന്ന പലരും ബിസിനസ് ചെയ്യുന്നുണ്ട്. ആ കൂട്ടത്തിൽ എന്ത് ബിസിനസ് ചെയ്തു എന്നുള്ളതും ഈ നിമിഷം വരെ ആരും അന്വേഷിച്ചിട്ടുമില്ല. ഇതൊക്കെ ഉള്ള വസ്തുതയല്ലേ. ഇതിങ്ങനെ ഒരു സംഭവം ഉണ്ടായപ്പോഴാണല്ലോ ഇതിനെ സംബന്ധിച്ച് നമ്മൾ ചർച്ച ചെയ്യുന്നത്. ആ ചർച്ചയുടെ ഭാഗമായിട്ട് ഇതിനകത്ത് എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഉത്തരവാദി അത് ചെയ്തയാൾ തന്നെയായിരിക്കും എന്നുള്ളതാണ് പാർട്ടിയുടെ കാഴ്ചപ്പാട് ഇതിനെ സംബന്ധിച്ചിട്ടുള്ളത്. ആ കാഴ്ചപ്പാടിൽ പിന്നെ നിങ്ങൾ പറഞ്ഞ മറ്റേ ചോദ്യങ്ങളുണ്ട്.
അത് ഒരു പിതാവ് എന്നുള്ള നിലയിൽ അദ്ദേഹത്തിന് ഉത്തരവാദിത്വമില്ലേ? അത് നിയമപരമായിട്ടുള്ള കാര്യങ്ങൾ വരുമ്പോൾ അദ്ദേഹം നോക്കുക. ആ കാര്യത്തെ സംബന്ധിച്ചിടത്തോളം എന്താണെന്ന് വെച്ചാൽ ഈ രാജ്യത്തെ ജനങ്ങളോട് പിതാവെന്ന രീതിയിലല്ല, പാർട്ടി സെക്രട്ടറി എന്ന രീതിയിലും ഉത്തരവാദിത്വം തന്നെയുണ്ട്. അല്ല, പാർട്ടി സെക്രട്ടറി എന്നുള്ള നിലയിൽ ഉത്തരവാദിത്വം പാർട്ടി ഏറ്റെടുത്തിട്ടില്ല. പാർട്ടി ഏറ്റെടുത്താൽ അത് ഭംഗിയായി തന്നെ കൈകാര്യം ചെയ്യാൻ കഴിവുള്ള ആളാണ് കോടിയേരി ബാലകൃഷ്ണൻ. വിശദീകരണം താങ്കൾക്ക് തൃപ്തിയുണ്ടോ ഈ വിശദീകരണത്തിൽ ശ്രീ NM പിയേഴ്സൺ? അല്ല, ഞാൻ പറയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് പാർട്ടി നടത്തിയ കച്ചവടമാണെന്ന് ഞാൻ പറഞ്ഞില്ല, ആരും പറയുന്നില്ല. പക്ഷേ പാർട്ടി സെക്രട്ടറിയുടെ മകൻ അതിനകത്ത് ഇടപെട്ട് അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായിക്കഴിഞ്ഞാൽ ആ പ്രശ്നം പരിഹരിക്കണ്ടേ? ആ പ്രശ്നം പരിഹരിക്കാനായിട്ടുള്ള ഉത്തരവാദിത്വം തീർച്ചയായിട്ടും പാർട്ടി ബിനോയ് കോടിയേരി പരിഹരിച്ചോളും എന്നാണ് പറയുന്നത്. അല്ലല്ല, ബിനോയ് കോടിയേരി